ഈടുറ്റ സേവനങ്ങളിലൂടെ കീരമ്പാറ പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം ജനശ്രദ്ധ നേടുന്നു. ഫാർമസി, ലാബ്, വാക്സിനേഷൻ റൂം അടക്കമുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. പ്രവർത്തന സമയം ദീർഘിപ്പിച്ചതോടെ സമീപ പഞ്ചായത്തുകളിൽ നിന്നുപോലും ധാരാളം ആളുകൾ ചികിത്സയ്ക്കായി ഇവിടെ എത്തുന്നുവെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് മീഡിയ 60യോട് പറഞ്ഞു. മികച്ച പ്രവർത്തനങ്ങളിലൂടെ കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം ജനശ്രദ്ധയിലേക്ക്. സ്ഥാനമൊഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫിന്റെ അഭിമാന പദ്ധതികളിൽ ഒന്നുകൂടിയാണ് ഈ ആരോഗ്യ സംരക്ഷണ കേന്ദ്രം. 1 മണിവരെ മാത്രം തുറന്നിരുന്ന ഈ ആതുരാലയം നിലവിൽ വൈകിട്ട് 6 മണിവരെ പ്രവർത്തന സമയം ദീർഘിപ്പിച്ചതോടെ സേവനം തേടിയെത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. കുട്ടമ്പുഴ, കവളങ്ങാട്, നേര്യമംഗലം എന്നിങ്ങനെ സമീപ പ്രദേശങ്ങളിലെ ആളുകൾക്കും ഏറെ പ്രയോജനകരമാണ് കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം. 1 ഡോക്ടർ, 2 സ്റ്റാഫ്, നേഴ്സ് എന്നിവരടക്കം 6ഓളം ജീവനക്കാരുടെ സേവനവും ഇവിടെ ഉറപ്പാക്കിയിട്ടുണ്ട്. വൈകിട്ട് 6 മണിവരെ പ്രവർത്തിക്കുന്നതിനാൽ ദിവസവും 100ഓളം ആളുകളാണ് ഇവിടെ ചികിത്സ തേടി എത്തുന്നതെന്ന് മാമച്ചൻ ജോസഫ് പറഞ്ഞു. വൃത്തിയിലും പ്രവർത്തനങ്ങളിലും മികച്ച മുന്നേറ്റവുമായി മുന്നേറുകയാണ് കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം. വളരെ മനോഹരമായ രീതിയിലുള്ള ഫെസിലിറ്റീസാണ് ഞങ്ങളുടെ ഇവിടെ എത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട രോഗികൾക്ക് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള നിരവധി സൗകര്യങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ഇതിൻ്റെ പ്രവർത്തനം ഉച്ചയ്ക്ക് 1 മണി വരെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് 6 മണി വരെയും കൂടി പ്രവർത്തനം നീട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗ്രാമപഞ്ചായത്തിലും അതുപോലെ സമീപ പഞ്ചായത്തുകളിലുള്ള, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കുട്ടമ്പുഴ, അതുപോലെ തന്നെ കവളങ്ങാട്, നേര്യമംഗലം ഏരിയ എന്നെല്ലാം ആളുകൾ നിരവധി, തട്ടേക്കാട് ഏരിയ എന്നൊക്കെ നിരവധി ആളുകളാണ് ഈ ഹോസ്പിറ്റൽ വരിക. കാരണം ഇത് സ്ഥിതി ചെയ്യുന്നത് പ്രത്യേകമായിട്ടുള്ളൊരു റോഡ് സൈഡിലുള്ള ഹോസ്പിറ്റലാണ്. അപ്പോൾ ഒത്തിരി ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രയോജനം ലഭിക്കുകയാണ്. ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഇവിടെ 3 ഡോക്ടേഴ്സ് ഉണ്ട്. ഉച്ച കഴിഞ്ഞ് ഞങ്ങളുടെ ഭരണസമിതി 1 ഡോക്ടർ, അതുപോലെ തന്നെ 2 സ്റ്റാഫ് നേഴ്സ് അടക്കം 6ഓളം സ്റ്റാഫുകളെ അറേഞ്ച് ചെയ്താണ് ഞങ്ങൾ പ്രവർത്തനം വൈകുന്നേരം 6 മണി വരെ ആക്കിയത്. ഈ 6 മണി വരെ ആക്കിയത് കൊണ്ട് ജനങ്ങൾക്കുള്ള പ്രയോജനം ഉച്ച കഴിഞ്ഞ് ഒരു 60 മുതൽ 100 വരെ പേഷ്യൻറ്റുകൾ വരുന്നുണ്ട്. 100 പേഷ്യൻറ്റ് വരുമ്പോൾ നമുക്കറിയാം, അവർ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ ഒരു 500 രൂപ വെച്ച് ചെലവ് വെച്ചാൽ കൂട്ടിയാൽ പോലും ഒരു 50,000 രൂപയെങ്കിലും കീരമ്പാറ പഞ്ചായത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളുടെ പോക്കറ്റിലൂടെ കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒരു കൊല്ലം എടുത്താൽ, ഒരു മാസം എടുത്താൽ നമുക്കറിയാം ഏതാണ്ട് 15 ലക്ഷം രൂപ. അതുപോലെ ഒരു കൊല്ലം എടുത്താൽ ഏതാണ്ട് 1.5 കോടി രൂപയിൽ കൂടുതൽ ഞങ്ങളുടെ കീരമ്പാറ പഞ്ചായത്തിലെ ആളുകൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ പ്രവർത്തനം വൈകുന്നേരം 6 മണി വരെ ആക്കിയതുകൊണ്ട്. പഞ്ചായത്ത് 10 ലക്ഷം രൂപയാണ് മരുന്നുകൾക്ക് മാത്രമായി നീക്കിവെക്കുന്നത്. ഫാർമസി, ലാബ്, വാക്സിനേഷൻ റൂം അടക്കമുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. സ്വകാര്യ ആശുപത്രികളിൽ നിന്നും വിഭിന്നമായി സാധാരണക്കാരായ ആളുകൾക്ക് പണച്ചെലവില്ലാതെ ഡോക്ടറെ കാണാനും മരുന്ന് വാങ്ങാനും ഈ കുടുംബാരോഗ്യ കേന്ദ്രം ഉപകരിക്കും. ഡിജിറ്റൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതിനാൽ പ്രവർത്തനം ഏറെ സുഗമമായി മുന്നോട്ടു പോകുന്നുവെന്നും മാമച്ചൻ ജോസഫ് പറഞ്ഞു. താൻ പ്രസിഡന്റായിരുന്ന കാലയളവിൽ കൈവരിക്കാൻ കഴിഞ്ഞ നേട്ടങ്ങൾ നാടിനും നാട്ടുകാർക്കും അഭിമാനകരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രസിഡന്റ് ഇൻചാർജ് ബീന റോജോ, ആശാ വർക്കർ ലേഖ രമേശ്, മെമ്പർമാരായ VK വർഗീസ്, ലിസി ജോസ് എന്നിവർ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. മീഡിയ 60 കോതമംഗലം.